അല്ല മണിയറക്കെട്ടില് കിനാക്കാണ്. എന്താ എനക്കൊരാലോചന? നമ്മുടെ കുഞ്ഞച്ചൻ നമ്മളെ മുകളിലൊരാളുണ്ട് മോനെ, മൂപ്പരെ മറന്ന് കളിക്കരുത്. അല്ല നാളെ കല്യാണമായിട്ട് എനിക്ക് തോക്കും പിടിച്ച് അതിന്റെ അകത്ത് കുത്തിരിക്ക. ഇങ്ങോട്ട് ഇറങ്ങി പാടോ. ഇന്ന് പുലി ഒന്ന് അതിന് തോന്നിയോളം ചെയ്യട്ടെ. കല്യാണം നാളെയല്ലേ, അതങ്ങ് നടക്കും. പുലിയെ തോന്നിയോണം വിട്ടാ ശരിയാവൂല. അന്റെ ഒരു കാര്യം. എന്നാ ഞമ്മള് പോട്ടെ. അന്നമ്മന്റെ പെരയില് ഒന്ന് തല കാണിക്കണം കേട്ടാ. ആ ഇവിടെ ഒന്നുകൂടെ കെട്ടിയത്. പന്തലിന്റെ പടിയൊക്കെ ഏതാണ്ട് തീരാറായി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പിയാപ്പളിന്റെ അടുത്തേനി ഓപ്പളും തോക്കും പിടിച്ച ഏർമാർത്തിനോട് കുത്തിരിക്കുക. ശരി ശരി ശരി. തീർച്ചയായും ഞാൻ വീട്ടിലേക്ക് പോവാ. കൊണ്ടേക്കോളൂ കൊണ്ടേക്കോളൂ. ഞങ്ങൾ പോട്ടെ. അകത്ത് വാ. വേണ്ട, നിനക്ക് സന്തോഷായില്ലേ? നീ സന്തോഷിക്ക്. നിന്റെ അനിയന്റെ ആത്മാവ് നിന്നെ ശപിക്കുന്നുണ്ടാവും. അവന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എന്റെ വിവാഹം. അവൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ശരിയായിരിക്കും. അവനെ കൊക്കയിൽ തള്ളിയിട്ട് കൊന്ന ആള് തന്നെ പെങ്ങളുടെ ഭർത്താവുന്നത് കണ്ട് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടാവും. നീ എന്താ പറഞ്ഞത്? തോമസ് കുട്ടിയെ കൊന്നത് അയാളാ. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ അമ്മയാണ് സത്യം. കർത്താവേ, നിന്റെ കാര്യം കടുപ്പം തന്നെ. ഇനി ആദ്യ രാത്രി ഏറുമാടത്തിന്റെ മുകളിലാക്കോ? പുലിയുടെ കഥ കഴിഞ്ഞിട്ട് മതിയച്ചോ ആദ്യ രാത്രിയൊക്കെ. പെണ്ണ് കെട്ടാ സമയത്തിന് കിട്ടുവോ? വേഗം പോയി കുളിച്ച് പുതിയ കുപ്പായൊക്കെ ഇട്ട് വാടാ. എന്താ എന്നമ്മ നീ ഇപ്പോ? എനിക്ക് കല്യാണം വേണ്ടച്ചോ. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടിയ എന്റെ തോമസ് കുട്ടിയുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരില്ല. എന്ത് മണ്ടത്തരാ നീ പറയണേ? എന്റെ തോമസ് കുട്ടിയെ കൊന്നത് ഇയാളാണ്. ഈ ദുഷ്ടൻ. ആരാ പറഞ്ഞേ ഈ നുണ? ഞങ്ങളും അത് തന്നെ ചോദിച്ചോ. നുണയാണെങ്കി പറ. ഈ കുരിശ് സാക്ഷി നിർത്തി പറ. നിങ്ങളല്ലേ എന്റെ തോമസ് കുട്ടിയെ കൊന്നത്? പറ. ശരിയാ, ഞാനാ തോമസ് കുട്ടിയെ കൊന്നത്. പോലീസ് പറഞ്ഞു മറന്നു വിളിച്ചോടി പോവില്ല.
കൈസറേ എന്താ എന്താണ് ഇണ്ടാ ഈശ്വര അതിന് പേളകിന്നാ തോന്നണം. എന്റെ റബ്ബേ ബാറുണ്ണി അതിന്റെ അടുത്തേക്ക് അടിക്കുന്നത് അത് കടിക്കും. കൈസറേ വാറുണ്ണി മാറ്, അടുക്കണ്ട. കാലിലെടുത്ത് എറിയണ തീരാൻ തണിയാ പിന്നെ പട്ടിനെ വെച്ച് പോയി കടിച്ച പട്ടികളെ പേനായ കൊല്ലണ്ടോ? അതിങ്ങനെ തല്ലി ചേർത്താ കുഞ്ഞ നീ നിന്നെ ഒറ്റപ്പെടുത്തി അല്ലേ? ഒരിക്കൽ പ്രാന്തനായി കണ്ടവരെയും കടിച്ച് എന്റെ മോൻ അറിഞ്ഞു നടക്കണ്ട. ഞാൻ ഒറ്റക്കായിപ്പോയല്ലോടാ. ഇതാണ് നീ എന്നെ തടുത്തത് അല്ലേ? നിന്റെ ശത്രു നീ എന്റെ പൊന്നു മോനാണ് മിടുക്കൻ. അങ്ങനെ അച്ഛന്റെ മാത്രമാക്കണ്ട, വാറുണ്ണി നാട്ടുകാരുടെ മുഴുവനുവാ. എന്റെ പുഞ്ഞാര കട്ടേ
അത് ചെയ്തു അല്ലേ? നന്നായി അച്ചോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അന്നമ്മേ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, മാപ്പ്. പോട്ടെ, വിധിന്റെ ഇനിയും കാണാം. നീ ധൈര്യമായിട്ട് പോ. കൂടിപ്പോയ 4-5 വർഷം. ജീവനോട് കൈയും കാലം കെട്ടി നിനക്ക് തരാൻ പറ്റിയില്ല, എങ്കിലും സന്തോഷായില്ലേ? ഞാൻ അന്നക്കുട്ടി ചേച്ചിയോട് പറഞ്ഞത്. നന്നായി, അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ടാണ് അറിയണമെങ്കിലോ. ഇപ്പൊ ഉള്ളിലൊരു കരയുമില്ല. അച്ചോ, മറക്കൂല, മരിക്കുമ്പോഴും മറഞ്ഞു ഓർക്കും. ശിക്ഷ കഴിഞ്ഞ വേറെങ്ങും പോകരുത്. കടവ് നീന്തി വരണതും നോക്കി ഞാനിവിടെ കാത്തിരിക്കും. വാക്കുതാ.